ഹായ്, സാറ്റർഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയും ഒരു മിൽക്കി ചിക്കനുമാണ്. ബിരിയാണിക്കുള്ള റെസിപ്പി നോക്കാം. ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലി ഇലയൊക്കെ ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ്, അത് ഓപ്ഷണലാണ്. ഈ ടൈം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ദെൻ ഗ്രൈൻഡ് ഇറ്റ്. ബിരിയാണിക്കുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. കുക്കർ ബിരിയാണിയാണ് ആക്കുന്നത്. കുക്കർ ആദ്യം വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആഡ് ചെയ്തുള്ളൂ. ആൻഡ് അതിലേക്ക് ഞാൻ ഓണിയൻ ആഡ് ചെയ്തു. ഈ ടൈം അഗെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ആഡ് ചെയ്തു. ആൻഡ് ദെൻ ദി റൈസ്. ഇനിയാണ് ബിരിയാണി സ്പെഷ്യൽ ആവാൻ പോകുന്നത്. നേരത്തെ ആക്കി വെച്ച ആ ഒരു ചില്ലി, ഗാർലിക്, ദെൻ ജിഞ്ചർ പേസ്റ്റ്, അതൊക്കെ കൊറിയാണ്ടർ, അതൊക്കെ ഇട്ട് ഉണ്ടാക്കിയ പേസ്റ്റ് ഒന്ന് ടൈം ആഡ് ചെയ്ത് കൊടുക്കാം. And then wait for 1 whistle. 15 minutes rice soak ചെയ്യണം. And then wait for 1 whistle. നമ്മൾ ബിരിയാണി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്കി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അഗെയിൻ ചില്ലി, ഗാർലിക്, ദെൻ ജിഞ്ചർ, ഓണിയൻ, കുറച്ച് സോൾട്ട്, ഇതൊക്കെ അഗെയിൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഗ്രൈൻഡ് ഇറ്റ്. ഇനി വേണ്ടത് കേർഡ് ആൻഡ് കാഷ്യൂ നട്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. വേണ്ടത് ഈ 3 കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി വെക്കും. ദെൻ ചിക്കൻ ഞാൻ ഒരു വിസിലിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ക്യാൻ ആഡ് അവർ പേസ്റ്റ്. നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആൻഡ് ദെൻ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്യേണ്ട, ഓൾറെഡി കുക്കറിലിട്ട് കുക്ക് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവുമ്പോൾ തന്നെ നമുക്കത് മാറ്റി വെക്കാം. നല്ലപോലെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട് ഈ സമയം. ഇനി ഇതിൻ്റെ മേലൂടെ കാഷ്യൂ ആൻഡ് കേർഡ്, അതിൻ്റെ പേസ്റ്റ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ദെൻ നമ്മൾ ഗാർലിക് ഓയിൽ അതും കൂടെ ഒന്ന് ടോപ്പിങ്സ് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ചില്ലീസ്, കുറച്ച് കൊറിയാണ്ടർ, നല്ലൊരു മണം ഈ ടൈം വരുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് സോ ടേസ്റ്റി. ലഞ്ചൊക്കെ റെഡിയായി, നമുക്ക് സെർവ് ചെയ്യാം. ഹസ്ബൻഡാണ് കേട്ടോ എനിക്ക് സെർവ് ചെയ്ത് തരുന്നത്. റൈസ് ആൻഡ് ദെൻ ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഫ്യൂച്ചറിലിടാവുന്നതാണ്. അതും ഒരു ചിക്കൻ ഐറ്റമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മിൽക്കി ചിക്കൻ. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. Thank you.